അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DF എന്ന ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ, ഇന്ത്യ കളക്ഷൻ, വേൾഡ് വൈഡ് കൃത്യമായിട്ടുള്ള കളക്ഷൻ വന്നിട്ടില്ല. എന്നാലും 40 കോടിക്ക് മുകളിലാണ് 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന കൃത്യമായിട്ടുള്ള കളക്ഷനുമായിട്ട് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. ഇതിനിടയിൽ കേരള കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യ ദിവസം 4,65,00,000, രണ്ടാമത്തെ ദിവസം 5,15,00,000, ഇന്നലെ 5,65,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് 15,45,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലെ കളക്ഷൻ കൊണ്ട് മാത്രം ഇതൊരു വൻ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ എല്ലാം കളക്ഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യ ഗ്രോഫ് ആയിട്ട് കാണിക്കുന്നത് 19,70,00,000 രൂപയാണ്. സാധാരണ കേരളത്തിൽ ഭൂരിപക്ഷം കേരളത്തിലാണെന്ന് നമുക്കറിയാം, ഒരു മലയാള ചിത്രമാണ്. പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് 3 ദിവസം കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 4,25,00,000 രൂപയോളം കളക്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ഇന്ത്യയിലൊട്ടാകെ ഒരു തരംഗം, DF എന്ന ചിത്രത്തിൻ്റെ തരംഗം ആഞ്ഞടിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ കളക്ഷനുകൾ പ്രത്യേകം എടുത്ത് പരിശോധിച്ചാലും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്നലെ തൊണ്ട് കർണാടകത്തിൽ നിന്ന് 2 കോടി കടക്കും എന്നുള്ളതാണ്. നമ്മളുടെ കണക്കുകൂട്ടലിനപ്പുറത്തേക്ക് ഉള്ള കളക്ഷനാണ് കർണാടകത്തിൽ നിന്ന് വരുന്നത്. കർണാടകത്തിൽ ആദ്യ ദിവസം ഇത് 45,00,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ ദിവസം 75,00,000 രൂപ കളക്ട് ചെയ്തു. മൂന്നാമത്തെ ഞായറാഴ്ച ഏകദേശം 1 കോടി രൂപയ്ക്കടുത്ത് ഞായറാഴ്ച മാത്രമായി ഏകദേശം 90,00,000 മുകളിലാണ് കളക്ട് ചെയ്ത്. അങ്ങനെ 2,10,00,000 രൂപ കർണാടകത്തിൽ നിന്ന് മാത്രമായി 3 ദിവസം കൊണ്ട് DF എന്ന പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ ചിത്രം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ പ്രതീക്ഷകൾ അപ്പുറമായിരുന്നു. പ്രതീക്ഷകൾക്കപ്പുറം എന്ന് പറയാൻ പറ്റത്തില്ല. DF പോലുള്ള ഹൊറർ സിനിമ എല്ലാ സ്ഥലത്തും മികച്ച പ്രതികരണം കിട്ടുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. തമിഴ്നാട്ടിലെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 22 ലക്ഷം ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം 40 ലക്ഷവും മൂന്നാമത്തെ ദിവസം 45 ലക്ഷവും അങ്ങനെ 1 കോടി കടന്നിരിക്കുന്നു. 1,07,00,000 രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന 6 ലക്ഷം ആദ്യ ദിവസം, 10 ലക്ഷം രണ്ടാമത്തെ ദിവസം, 10 ലക്ഷം മൂന്നാമത്തെ ദിവസം, അങ്ങനെ 26 ലക്ഷം രൂപ ആന്ധ്ര, കർണാടകത്തിൽ നിന്ന് ഇത് കളക്ട് ചെയ്ത് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഹിന്ദി ബെൽറ്റ് മേഖലയാണ് ഉദ്ദേശിക്കുന്നത്, അവരിൽ നിന്ന് ആദ്യത്തെ ദിവസം 12 ലക്ഷം രൂപ കളക്ട് ചെയ്ത ചിത്രം രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച 30 ലക്ഷവും മൂന്നാമത്തെ ദിവസം 40 ലക്ഷവും കളക്ട് ചെയ്ത് അങ്ങനെ 82 ലക്ഷം രൂപയാണ് അത് ഇവിടുന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് ഹിന്ദി ബെൽറ്റിൽ നിന്ന് 1 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കർണാടക, തമിഴ്നാട്, ഹിന്ദി മേഖലയിലെല്ലാം തന്നെ വൻ വിജയം നേടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ ആദ്യ ദിനങ്ങളിൽ ആദ്യത്തെ കളക്ഷൻ പോലെയല്ല രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ മികച്ച പ്രതികരണം തന്നെ ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അവിടങ്ങളിലുള്ള പ്രതികരണങ്ങളൊക്കെ മികച്ച രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു വൻ കളക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നുകൊണ്ട് ചിത്രം 50 കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ അറിഞ്ഞതിന് ശേഷം പറയാം. ഏകദേശം 40 കോടിക്ക് മുകളിൽ ഏതായാലും കളക്ട് ചെയ്തു എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നുകൊണ്ട് 50 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ വേൾഡ് വൈഡ് കളക്ഷൻ്റെ യഥാർത്ഥ ചിത്രം ഏകദേശം നമുക്കൊരു കണക്കുണ്ട്. പക്ഷേ ഇന്നലെയും നമ്മൾ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൃത്യമായിട്ട് കണക്ക് വരുമ്പോൾ നമ്മൾ മാറ്റി പറയേണ്ടി വരും. അത് മാറ്റി പറയാതിരിക്കാൻ വേണ്ടി പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ വന്നതിന് ശേഷം അതിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. അതുവരെ ഓക്കെ, ബൈ.